ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചെമ്പനീർ പൂവിൽ നമ്മുടെ ഭാമ അവിടെ കൊണ്ടുവച്ച് സച്ചി കൊണ്ടുവച്ച് കീ എടുക്കുകയാണ്, ആരും കാണാതെ. അപ്പോൾ അതെടുത്ത് സാരിയുടെ മറവിൽ ഇങ്ങനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് പോവാനും നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട്, ഭാമേ നീ എവിടേക്കാ പോകുന്നു ഈ നേരത്ത്, വളരെ ഇരുട്ടായല്ലോ എന്ന് പറയുന്നുണ്ട്. അത് സാരല്ല, ഞാൻ പോവാണ് എന്ന് പറയുന്നു. എന്താ അത്ര തിരക്ക്? ഒന്നുമില്ല, അപ്പം നിന്നെ ഞാൻ ശ്രുതിയോട് കൊണ്ടുവന്നാക്കി തരാൻ പറയാം, ശ്രുതിയെ വിളിക്കാമെന്നും ചന്ദ്ര പറയുമ്പോൾ വേണ്ട, ഞാനൊരു ഓട്ടോ വിളിച്ച് പൊക്കോളാം എന്നും പറഞ്ഞു വളരെ വെപ്രാളപ്പെട്ട് ഭാമ ഇവിടെ നിന്നും പോവുകയാണ്, ആ താക്കോലും കൊണ്ട്. അപ്പൊ ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തോ ഒരു വശപ്പശ കൊണ്ടല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നിങ്ങനെ നമ്മുടെ ചന്ദ്ര ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഭാമ അവിടെ നിന്നും വേഗം നടക്കുകയാണ്. അപ്പോൾ റോഡ് സൈഡിൽ ഇരുട്ടത്ത് തന്നെ ഈ ശ്രുതിയും മീരയും കൂടി കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ താക്കോല് കിട്ടിയോ എന്ന് ചോദിക്കാൻ, കിട്ടി, നീ പറഞ്ഞ സത്യം തന്നെയല്ലേ, ആ കാറിന്റെ ഡിക്കിൽ നിന്റെ പെട്ടി എടുക്കാൻ തന്നെയല്ലേ താക്കോൽ എന്ന് ചോദിക്കുമ്പോൾ അത് ആൻറ്റി എന്ന് പറയുന്നുണ്ട്. അല്ല, ഇതിന്റെ പിറകിൽ വേറെ ഒന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല ആൻറ്റി എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട്, ശരി എന്നാൽ ഞാൻ ആൻറ്റിയെ കൊണ്ടുവന്നാക്കി തരാമെന്ന് മീര പറയുമ്പോൾ വേണ്ട, ഞാനൊരു ഓട്ടോ വിളിച്ച് പൊക്കോളാം എന്നും പറഞ്ഞ് ഭാമ ആൻറ്റി അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, എടി ഇത് വേണോ, ഇത് ഇത്തിരി കടന്നു കൈയായി പോയി, അവൻ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് നമുക്ക് ഇതൊന്നും കൂടി ആലോചിച്ചിട്ട് പോരെ എന്ന് പറയുമ്പോൾ ഒന്നും ആലോചിക്കാനില്ല, അവൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും, ഇത് കൊണ്ടു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ശ്രുതിയും മീരയും കൂടി വണ്ടിയിൽ 2 വീലറിൽ പോവുകയാണ്. അങ്ങനെ പോകുന്നത് ആന്റണിയുടെ അരികിലേക്ക് തന്നെയാണ്. ആന്റണിക്ക് ആ കീ കൈമാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറയാം, എന്തായാലും അപകടങ്ങളൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ എന്തിനാ ഇവളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവള് തന്നെ ഒരു ഉടായ്പല്ലേ, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ആന്റണി. അപ്പൊ ശ്രുതി പറയണം വേണ്ട ആന്റണി എന്ന് പറയാണ്. അപ്പൊ ശരിയെന്നാ കാണാം എന്നും പറഞ്ഞ് അവിടെ നിന്നും അവൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ആന്റണി ആ കീ കൈമാറുന്നത് ആ 2 ഗുണ്ടകൾക്കാണ്, അവന്റെ കൂട്ടാളികൾക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, എത്രയും വേഗം തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമെന്നും പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അവർ ആ താക്കോലും മേടിച്ച് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതേ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചിൻ രേവതിയും കിടക്കാൻ നേരം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെ തന്നെ എഴുന്നേൽക്കണം, എനിക്ക് കുറച്ച് പൂ കെട്ടാനുണ്ട് എന്ന് മാല കെട്ടാനുണ്ടെന്ന് പറയാണ്. അപ്പം എന്തെങ്കിലും ഓർഡർ വലുത് കിട്ടിയിട്ടുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയതല്ല, പ്രേമളേച്ചിക്ക് കിട്ടിയതാണ്, ചേച്ചി എനിക്ക് തന്നതാണ്, അത് കെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും കെട്ടി നാളെ രാവിലെ തന്നെ ചേച്ചിയെ ഏൽപ്പിക്കണം എന്നും പറയുകയാണ്. എന്നാൽ ശരി എന്നും പറഞ്ഞ് അവർ 2 പേരും അങ്ങനെ കിടക്കുകയാണ്. അതേസമയത്ത് പുറത്താണെങ്കിൽ ഈ 2 ഗുണ്ടകൾ മതിലൊക്കെ ചാടി ഈ താക്കോലൊക്കെ ഇട്ട് ഇതൊക്കെ തുറക്കുകയാണ്. എന്നിട്ട് കാറൊക്കെ തുറന്ന് അതിലെ ബ്രേക്കൊക്കെ അഴിച്ചു വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സച്ചിക്ക് എന്തോ ഒരു പരവേശം പോലെ, നെഞ്ചിലൊക്കെ എന്തോ ഒരു പ്രയാസം പോലെ, അവൻ ആ നെഞ്ചൊക്കെ ഒന്ന് തടവി അതൊക്കെ ഉറക്കത്തിൽ നിന്നൊന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് അത് വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും അവനവിടെ കിടക്കുകയാണ്. ഈ ഗുണ്ടകളാണെങ്കിൽ അവരുടെ ദൗത്യം ചെയ്തതിന് ശേഷം താക്കോല് ആ വീടിന്റെ ജനല് വഴി അകത്തേക്ക് വലിച്ചെറിയുകയും അവരവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിരാവിലെ തന്നെ നമ്മുടെ സച്ചിയും രേവതിയും കാറിൽ പോകാൻ നിൽക്കുകയാണ്, ഈ പൂവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം താക്കോൽ എവിടെ രേവതി എന്ന് സച്ചി ചോദിക്കുകയാണ്. അപ്പം എൻ്റെ ഇന്നലെ തന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. നിൻ്റെല്ല ഞാൻ തന്നതെന്ന് പറഞ്ഞ് സച്ചി തർക്കിക്കുകയും ഒടുവിൽ നമ്മുടെ രേവതിക്ക് ആ നിലത്ത് നിന്ന് ആ താക്കോൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതെങ്ങനെ ഇവിടെ വന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഏട്ടൻ്റെ കയ്യിൽ നിന്നോ പോക്കറ്റിൽ നിന്നോ പോയി കാണും, അല്ലാതെ എങ്ങനെ ഇവിടെ വരാനായെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പൂവൊക്കെ ആയിട്ട് കാറിലങ്ങനെ ഡിക്കിൽ വെക്കുകയും അവർ കാറിൽ കയറാൻ നിൽക്കുന്ന സമയത്താണ് ഓട്ടോയിൽ ഈ പറയുന്ന പ്രേമളേച്ചി വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ പ്രേമളേച്ചി വന്നല്ലോ, അപ്പം എന്താ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പൂ വാങ്ങിക്കാൻ വേണ്ടി വന്നതാ ആ രേവതി എന്ന് പറയുന്നുണ്ട്. രേവതിയുടെ ഒരു യാത്ര ഒഴിവാക്കാമല്ലോ, എനിക്ക് ഇവിടം വരെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു എന്നും പറയുകയാണ്. ഞാൻ പൂവെടുത്ത് അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു എന്ന് രേവതി പറയുകയും അതിനുശേഷം ഡിക്കിൽ നിന്ന് ആ പൂക്കളുടെ കവറുകൾ എടുത്ത് ആ ചേച്ചിക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതും വാങ്ങി ആ ചേച്ചി അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും രേവതി സച്ചിക്കൊപ്പം പോകുന്നില്ല. അങ്ങനെ സച്ചി മാത്രമാണ് അവളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോൾ ഈ ഗുണ്ടകളാണെങ്കിൽ വഴിയിൽ കാത്തു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ സച്ചി എന്താ ഇന്ന് എവിടെയും പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം സച്ചിയുടെ കാറ് വരുന്ന കാണുമ്പോൾ അവർക്ക് സന്തോഷമാവണം. എന്തായാലും ആ രേവതി ആ കാറിൻ്റെ അകത്തില്ല, സച്ചി മാത്രമേ ഉള്ളൂ, അവളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ 2ഉം കൂടി തീർന്നേനെ എന്നിങ്ങനെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചു ദൂരം പോയതിന് ശേഷമാണ് നമ്മുടെ സച്ചിക്ക് മനസ്സിലാകുന്നത് ഈ കാറിൽ ബ്രേക്കില്ല എന്ന കാര്യം. അവനങ്ങനെ ഇനി എന്ത് ചെയ്യും ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് അവനങ്ങനെ ആകെ വെപ്രാളപ്പെട്ട് കാർ അങ്ങനെ ഒരു വിധത്തിൽ ഒരു ബുള്ളറ്റ് ചെന്ന് ഇടിച്ച് നിർത്തുകയും ചെയ്യുന്നുണ്ട്. ബുള്ളറ്റ് മറിഞ്ഞ് വീഴുന്നുണ്ട്, ബുള്ളറ്റിൽ ഇരുന്ന ഹെൽമെറ്റും താഴെ വീഴുകയാണ്. പക്ഷേ കാറ് നിൽക്കുന്നുണ്ട്.
എന്തായാലും സച്ചിക്കൊന്നും കൂടാതെ സച്ചി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച, അവിടെ ഒരു കൂട്ടം പോലീസുകാർ പോലീസ് വണ്ടിക്ക് ചുറ്റുമുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ദേവുവിനെ സ്നേഹിക്കുന്ന അരുൺ എന്ന് പറയുന്ന ആ പോലീസും അവിടെയുണ്ട്. അപ്പോൾ അരുൺ നമ്മുടെ സച്ചി അരുണിനെയും നോക്കി നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്